പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ചയായി നടക്കുന്ന പ്രതിഷേധമാണ് കലാപത്തിലേക്ക് വഴിമാറിയത്. ഇന്നലെ നടന്ന ഏറ്റുമുട്ടലിൽ വിദ്യാർത്ഥിയടക്കം 5 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചുവപ്പ് ഷർട്ട് ധരിച്ച സർക്കാരനുകൂലികളും മഞ്ഞ ഷർട്ട് ധരിച്ച സമരക്കാരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നടക്കുന്നത്. പ്രക്ഷോഭകരെ വെല്ലുവിളിച്ചുകൊണ്ട് സർക്കാർ അനുകൂലികളും രംഗത്തെത്തിയതോടെയാണ് ഏറ്റുമുട്ടൽ ശക്തമായത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കയ്യേറാനെത്തിയ സമരക്കാരെ കണ്ണീർ വാതകം പ്രയോഗിച്ച് തടയാനുള്ള ശ്രമവും സംഘർഷത്തിൽ കലാശിച്ചു. അതേസമയം പ്രധാനമന്ത്രിയെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായാണ് സൂചന. സർക്കാർ ഉടമസ്ഥതയിലുള്ള ടെലിവിഷൻ ആസ്ഥാനം സമരക്കാർ കൈയടക്കി. സർക്കാർ നിലപാടുകൾ മാത്രം സംപ്രേഷണം ചെയ്യുന്നുവെന്നാരോപിച്ചാണ് നടപടി. ചാനൽ പൂർണ്ണമായും പ്രക്ഷോഭകരുടെ നിയന്ത്രണത്തിലാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ സർക്കാർ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ സമരക്കാർ ആഹ്വാനം ചെയ്തു. പ്രധാനമന്ത്രിയുമായി ഒരു വിധത്തിലുമുള്ള ചർച്ചയ്ക്കില്ലെന്നും 2 ദിവസത്തിനകം അധികാരമൊഴിയണമെന്നും പ്രക്ഷോഭകാരികൾ അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. 2010-ൽ നിരവധി ആളുകളുടെ മരണത്തിന് കാരണമായ പ്രക്ഷോഭത്തിനു ശേഷം രാജ്യത്ത് നടക്കുന്ന ശക്തമായ രാഷ്ട്രീയ കലാപമാണ് ഇപ്പോഴത്തേത്. പട്ടാള അട്ടിമറിയിലൂടെ പുറത്തായ മുൻ പ്രധാനമന്ത്രി തക്സിൻ ഷിനവത്രയെ രാജ്യത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായി പൊതുമാപ്പ് നിയമം നടപ്പിലാക്കാനുള്ള സർക്കാർ ശ്രമമാണ് പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.